ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ്, ഹാപ്പി വിമൻസ് ഡേ. രാവിലെ വീക്കെൻഡായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കിറങ്ങിയതാണ്. എപ്പോഴും പറയണ പോലെ തന്നെ ഒന്ന് പുറം ലോകമൊക്കെ ഒന്ന് കണ്ട് നമ്മുടേതായ ഒരു ക്വാളിറ്റി ടൈം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് നടന്ന് കുറച്ച് നേരം ഒന്ന് വർത്താനൊക്കെ പറയാമല്ലോ. അപ്പം കുട്ടി അവിടെ ഇരുന്ന് പഠിക്കുകയാണ്, എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ മൺഡേ. അപ്പോൾ വിമൻസ് ഡേ ആയിട്ടൊരു അടിപൊളി സംഭവം കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നല്ല, അത് കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്നുള്ളത്. സ്ത്രീകളുടെ ക്രിക്കറ്റാണ് അവിടെ നടക്കുന്നത്. നമ്മളിത് എന്നും കാണുന്നതാണ്. ഞാനും വിത്തുകുട്ടി ഇങ്ങനെ വൈകുന്നേരം ഉണ്ട്, ഞങ്ങൾ വൈകിട്ട് ഇവിടെ നടക്കാൻ വരുന്ന സമയത്ത് എപ്പോഴും കാണുന്നതാണ് കേട്ടോ ഈ ലേഡീസിൻ്റെ ക്രിക്കറ്റ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. രമേശേട്ടനപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നിനക്ക് ജോയിൻ ചെയ്തുകൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിലും ഡാൻസിൽ എല്ലാവരും പേർപ്പിൾ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യണം. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ ആഘോഷങ്ങൾ. ഇന്ന് മൊത്തം ഇവിടെ ആഘോഷമാണ്. ഇന്ന് എല്ലാ കമ്മ്യൂണിറ്റീസിലും ഇവിടെ നമുക്ക് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോക്കാം ഏതിനാണ് പോകാൻ പറ്റുകയെന്നൊന്നും അറിയില്ല. ഇനി ഞങ്ങൾ ഫ്രണ്ട്സ് ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് നടക്കും എന്തൊന്നും അറിയില്ല. ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ആലിൻ്റെ ഇടയിൽ ഞങ്ങൾ ആലിനെ പറ്റി സംസാരിക്കുമായിരുന്നു കേട്ടോ. ഈ ആല എന്ത് രസമാണ് കാണാൻ എന്നൊക്കെ ഉള്ളത്. അപ്പം ഉണ്ടതേ മുരിങ്ങടല, നിറയെ മുരിങ്ങടല അല്ലേ? മുരിങ്ങടലല്ലേ ഇത്? ഞങ്ങളെപ്പോഴും പറയണതാ ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. വല്ലപ്പോഴും ഏതെങ്കിലും ഒരു സെക്ടറിലൊരു മാർക്കറ്റിലൊക്കെ ആരെങ്കിലും എപ്പോഴെങ്കിലും വിൽക്കുന്ന ഒരു സാധനമാണ് മുരിങ്ങടല. അപ്പം മുരിങ്ങടല നാട്ടിൽ പോകുമ്പോഴാണ് അധികം കിട്ടാറ്. പക്ഷെ ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും നിറയെ മുരിങ്ങടല കേട്ടോ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, ചില മുരിങ്ങടല നന്നല്ല എടുക്കണത് അങ്ങനെയൊക്കെ കഴിക്കും, അതെങ്ങനെ പൊട്ടിക്കുക അതൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ആ കാണുന്ന ആ ഹൈവേ പിടിച്ചാലാണ് പൂനെ എക്സ്പ്രസ് ഹൈവേ. ഇവിടെ നിന്ന് നേരെ പിടിച്ചാൽ നമുക്ക് നാട്ടിലേക്ക് എത്താം. അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം ലോണാവാല എന്നൊക്കെ പറയുന്നത് ഇതല്ല പൂനെ. ഇവിടുന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പൂനെ എക്സ്പ്രസ് ഹൈവേയിലേക്കാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു, നാട്ടിൽ പോകണില്ലേ? നാട്ടിൽ പോകുമ്പോൾ മെയിലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെ പോകണം എന്നുള്ളത് ആലോചിച്ചിരിക്കുകയാണ്. പൂനെ എക്സ്പ്രസ് ഹൈവേ പോകണോ അതോ ഫ്ലൈറ്റ് പോകണോ കാറിൽ പോകണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല. രമേശേട്ടൻ്റെ ലീവും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. ഈ എല്ലാ സർക്കിളിലും ഇതുപോലൊരു കുളം ഇതുണ്ടാവും. ഇനി പിന്നെ കാണുന്നത് ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം. ശിവാജിയുടെ ഒരു ഫോട്ടോ ഒരു കൊടി ഉണ്ടാവും. പിന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സെക്ടറിലും ഉണ്ടാവും. കാരണം ഈ ഗണപതി അതുപോലെ അതൊക്കെ വിസർജന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ദുർഗാ പൂജക്ക് ദേവിയുടെ വിസർജനം വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തോ കേട്ടല്ലോ, അതെന്തോ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കുളം എന്നാണോ അതിന് പറയാ? എനിക്കറിയില്ല. മുംബൈയുടെ പ്രത്യേകതയാണ് അതെ എപ്പോഴും ഇങ്ങനെ കാരണം വേറെ സിറ്റിയിൽ നിന്നൊക്കെ വന്നവർ പലരും ചോദിക്കാറുണ്ട് ഇതിന്റെ ആവശ്യം എന്താ ആക്ച്വലി ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു കുളം പോലെ അങ്ങനെ കെട്ടിക്കിടക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും പൂജയുടെ സാധനങ്ങളും കാണാം. അതിൻ്റെ ഉള്ളിൽ മാലയും ഇതൊക്കെ അതാണ് സംഭവം. മുംബൈയിൽ വന്ന് എപ്പോഴും കാണാൻ കേട്ടാ. രാവിലെ ഈ നടക്കുന്ന ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണല്ലേ. പക്ഷേ എന്താ വെച്ചാൽ സാധാരണ ഞങ്ങൾ എപ്പോഴും ജിമ്മിലാണ് രാവിലെ പോകാറ്. സാറ്റർഡേ സൺഡേ മാത്രം ഞങ്ങളൊന്ന് നടക്കാറിറങ്ങും. രാവിലെ വൈകിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നടക്കാൻ ഇറങ്ങട്ടെ. ഇപ്പോൾ ഭയങ്കര ചൂട് കൂടുതലാണ് മുംബൈയിൽ. ഇപ്പോൾ 2 ദിവസം ഭയങ്കര ഹീറ്റ് വേവും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസംബറിൽ നടക്കുന്ന പോലത്തെ ഫീലൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ വേർക്കും. അതും ഒരു 8 മണിയുടെ മുന്നേയൊക്കെ നടക്കണം, മാക്സിമം 8:30. അത് കഴിയുമ്പോഴേക്കും നമുക്ക് പൊള്ളുന്ന വെയിൽ എന്നുള്ളൊരവസ്ഥ. നാട്ടിലും ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും ഈ പാർക്കിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക, ഒരുപാട് ആളുകളെ കാണുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ. ശരിക്കും കുട്ടികളാണെങ്കിലും എവിടെ നോക്കിയാലും ഏത് പാർക്കിൽ നോക്കിയാലും അതെ കേട്ടോ. ഈ ഒരു കുട്ടികളും എല്ലാവരും കൂടി ഉണ്ടെന്ന് പറയുന്ന പോലെ ഭയങ്കര ഇവിടുത്തെ അറിയാലോ, പട്ടികളൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ കുട്ടികളാണെങ്കിൽ രാവിലെ 5 മണി 6 മണിക്കൊക്കെ എണീറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന കാരണം രാവിലെ കുറേ നേരം കിടന്നുറങ്ങുക എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും നമുക്കങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ വെയിൽ വരുന്ന വരെ നടന്നു, അത് കഴിയുമ്പോഴേക്കും വേഗം വീട്ടിൽ കയറാൻ നല്ലത് കേട്ടോ. അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇപ്പം നല്ല സമ്മർ ഹ്യൂമിഡിറ്റിയൊക്കെ ആയ കാരണം തലയിൽ മുഴുവൻ താരനാണ്. സാധാരണ നമ്മൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു തേച്ച് കുളിക്കുമ്പോൾ അതിൽ ഹാംഫുൾ കെമിക്കൽസും അതേപോലെ തന്നെ സൾഫേറ്റും പാരബനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ മാമഅർത്തിൻ്റെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു കണ്ടത്. അതിൽ ലെമൺ ആൻഡ് ജിഞ്ചർ ഉണ്ട്, നമ്മൾ വീട്ടിലൊക്കെ താരൻ കളയാൻ വേണ്ടി ചെയ്യുന്ന പോലത്തെ. അതേപോലെ തന്നെ ഇത് 100% ഡാൻഡ്രഫ് റിമൂവലാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇപ്പോൾ എനിക്ക് ഈ ഒരു മാമഅർത്തിൻ്റെ പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം അവർ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് അവരവരുടെ പ്രോഡക്റ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാമഅർത്തിൻ്റെ ഒരു ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ കോമ്പിനേഷൻ ഓഫ് ലെമൺ ആൻഡ് ജിഞ്ചർ ആണ്. അത് മാത്രമല്ല ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അത് ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിൻ്റെ pH ബാലൻസിനെ മാനേജ് ചെയ്യാനും സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സ്മൂത്ത് ഹെയറും കിട്ടും. പിന്നെ 100% ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാനും നാച്ചുറലി സഹായിക്കും. ഇതൊരു ഡാൻഡ്രഫ് ടെസ്റ്റ് ആണ് കേട്ടോ. നമ്മളൊരു ബ്ലാക്ക് സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മുടെ ഹെയറിൽ അതുപോലെ സ്കാൽപ്പിൻ്റെ അവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ആ ബ്ലാക്കിൽ നമുക്ക് ഡാൻഡ്രഫ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കത് കാണാൻ
പറ്റില്ല കേട്ടോ. ഇനി അടുത്തത് ലെമണിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് കണ്ടീഷണറും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം മുടി സോഫ്റ്റ് ആവണമല്ലോ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എപ്പോഴും കണ്ടീഷണർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കും കേട്ടോ. ഇതൊരു 2 minutes കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ദേ റെഡിയായി. എങ്ങടാണ് റെഡി ആയത്? ഇങ്ങോട്ടും ഇല്ല, ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ റെഡിയായി. സോ ഇത് വിമൻസ് ഡേ അല്ലേ, അപ്പോൾ ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ നന്നായിട്ട് ഡാൻഡ്രഫൊക്കെ പോയി ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഇട്ട് കുളിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മാമത്തിൻ്റെ ഈ ഒരു ഷാമ്പൂവും കണ്ടീഷണറും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്ന 2025 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ 20% വരെ ഓഫ് ഉണ്ട് നമ്മുടെ മാമത്തിൻ്റെ വെബ്സൈറ്റിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമത്ത് ആമസോണിലും നൈക്കയിലും പേർപ്പിളിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. സോ എന്താ പറയുക, ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് വിമൻസ് ഡേ ആയിട്ട് ഫുഡ് പുറത്തുനിന്നാക്കിയല്ല. ഇന്ന് വിമൻസ് ഡേ ഉണ്ട്, ഫുഡ് പുറത്ത്. നാളെ വിമൻസ് ഡേ അല്ലാത്തോണ്ട് ഫുഡ് പുറത്ത്. അങ്ങനെ പറയരുത് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് കുറെ കാലമായി. ഇടയ്ക്കിടയ്ക്ക് എന്തായാലും പ്രോട്ടീൻ, ഓൺലി പ്രോട്ടീൻ. അതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു കഴിഞ്ഞ 1/2 മണിക്കൂറായി ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്ന് പറയുമ്പോൾ കഴിക്കാൻ തോന്നും. പക്ഷെ പിന്നെ ഈ ഡീപ് ഫ്രൈയും ഇതൊക്കെ ആലോചിക്കുമ്പോൾ രാവിലെ പോയിട്ട് കഷ്ടപ്പെട്ട് നടന്നതും ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തൊക്കെ എന്തിനാണെന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്വിഗ്ഗിയില് അങ്ങനത്തെ കുറെ ഇതുണ്ട് കേട്ടോ. അതായത് എന്താണ് ഈറ്റ് ഫിറ്റ്, അതായത് ഹെൽത്തി ഫുഡുകൾ. ഈ ജിമ്മൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഹെൽത്തി ഇതുള്ളവർക്ക് പുറത്തുനിന്ന് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈറ്റ് ഫിറ്റ്, പിന്നെ HRX by ഈറ്റ് ഫിറ്റ്, ബി ഫിറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ ഫിറ്റുകളുണ്ട്. അപ്പൊ അതില് കറക്റ്റ് എത്ര കാലറി ഉണ്ട്, എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫുഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് സുഖാരാംശയുടെ എപ്പോഴും അതൊന്നാ വാങ്ങാം അല്ലെ. നമ്മള് കുറെ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. അതില് പ്രോട്ടീൻ ബോൾ അങ്ങനത്തെ റോളുകളായാലും ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിലും എന്താ പറയാ പ്രോട്ടീനും ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അല്ലേ. അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതിലേക്ക് ചോറുണ്ടാവും തോന്നുന്നു. എനിക്ക് ഉച്ചയ്ക്ക് ചോറ് സാറ്റർഡേ സൺഡേ ഞാൻ ആകെ ചോറ് കഴിക്കാറുള്ളൂ. അതെനിക്ക് ഉച്ചയ്ക്ക് നിർബന്ധമാണ്. ഞാൻ മിക്കവാറും മീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ചോറും ഇതൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ചോറ്, മോര് കറി, ഒരു ഉപ്പേരി. ഞാനത് വാങ്ങാൻ നിന്നപ്പോ ഇവരാരും എന്നെ സമ്മതിച്ചില്ല. അതാണ് ഇപ്പൊ ഞങ്ങൾ ശരിക്കും ഇപ്പൊ ഉണ്ടായപ്പോ ഒരു ഇൻസിഡന്റ് ആണ്. അത് ഞങ്ങള് പറയുന്നത്. ഞാൻ അവിടെ ഇരിക്കുമ്പോ സ്വപ്പ് അവിടുന്ന് ഇങ്ങനെ പറയായിരുന്നു. എന്താ പറയണ്ടായിരുന്നു? അല്ല അപ്പൊ അവിടുന്ന് പറയാ സ്വപ്പ് പൊതിച്ചോറ് മേടിക്കാൻ, പൊതിച്ചോറ് മേടിക്കാതെ അവിടുന്ന് ഓർഡർ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാണ്. സ്വപ്പ് പറയട്ടെ പൊതിച്ചോറ് ഓർഡർ ചെയ്യാട്ടോ എന്ന് പറയും. അപ്പൊ ഞാൻ ഇവിടുന്ന് നീച്ചിട്ട് ഇന്നൊരു പൊതിച്ചോറ് പറഞ്ഞിട്ട് ഞാനത് മാറ്റാൻ വേണ്ടിട്ട് അവിടെ പറയാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോ മിത്തുവിനും വേണ്ട പൊതിച്ചോറ്. മിത്തു അവിടെ അടികൂടാ, എനിക്ക് വേണ്ട പൊതിച്ചോറ് ആർക്കണം. അപ്പൊ സ്വപ്പ് എന്താ നിനക്ക് പൊതിച്ചോറ് ചോദിച്ചാൽ അതല്ല രണ്ടുപേരും കൂടി. അപ്പൊ എനിക്ക് അത് മതി, ഇത് വേണം, അത് വേണം. അപ്പൊ ഇവിടെ പറയാം വേണ്ട പൊതിച്ചോറ് പഠിച്ചാൽ രണ്ടുപേരും കൂടി. അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് കേട്ടിട്ട് ഇങ്ങനെ കേട്ടിക്ക അതിന്റെ എല്ലാം സ്വപ്പ് എടുത്ത് തിരിച്ചിട്ട് എന്നോട് പൊതിച്ചോറല്ലേ കഴിക്കുക. അപ്പൊ ഞാൻ ആദ്യം പൊതിച്ചോറ് മതി പൊതിച്ചോറ് ചോറാകുമ്പോ വയറിന് ഭയങ്കര സുഖല്ലേ. അതും ചോറില് മോരുകറി. ഞാൻ അതും വെജ് പൊതിച്ചോറാണ് ഓർഡർ ചെയ്തത്. അതായത് ചോറ്, മോരുകറി, ഉപ്പേരി, അതല്ലേ കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഓർഡർ ചെയ്യുമ്പോ ഇങ്ങനത്തെ എന്തൊക്കെ സാധനം അവസാനം അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഇപ്പൊ മിത്തു എന്താണ് എന്തോ ക്രീമി ബൗള് ഓർഡർ ചെയ്തിട്ട് രംഷേട്ടന് എന്താ വേണ്ടത്? എന്നിട്ടാണെങ്കിൽ കുടലമാല കരിഞ്ഞിട്ട് പോയി. കാരണം ഇനിയിപ്പോ സമയമില്ല. ഇനി കുറച്ച് ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് ഈവനിങ്ങിലാണെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിയിട്ട് വുമൻസ് ഡേ ഒന്നല്ല സെലിബ്രേഷൻ, ഒരു കോഫി മീറ്റ് അത്രേ ഉള്ളൂ. എന്തല്ലോ മെൻസ് ഡേ ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ തെറ്റ്. അത് നിങ്ങളുടെ തെറ്റ്. എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ കഴിഞ്ഞ വിമൻസ് ഡേ ആണ് ഞങ്ങൾ ഒരു ഫുൾ ഡേ, അന്ന് രംഷയുടെ നാട്ടിലായിരുന്നു, ഞങ്ങൾ ഫുള്ള് കറങ്ങി. അത് അറിയില്ല. അത് നിങ്ങൾക്ക് എന്നും സെലിബ്രേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ മാത്രം സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങളായിട്ട് എഫേർട്ട് എടുക്കുകയാണ്. അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുറച്ച് അധികം പറയേണ്ടി വരും. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ചുമ്മാ ഒരു 1 hour കറക്കാറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ചെയ്ത് സെറ്റ് ആക്കി വേണ്ടത്. അപ്പൊ ഇത് വിമൻസ് ഡേ ആയിട്ട് നമുക്കൊരു സിനിമ ഇരുന്ന് കണ്ടാലോ? അല്ലെങ്കിൽ ഇതൊന്നും കാണാറില്ല. മിഥുന് എക്സാം ആയതൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഒരു സിനിമ കാണാൻ സമയം ഉണ്ടാവും. പക്ഷെ സിനിമ കാണാൻ സമയം ഉണ്ടാവില്ല. അന്ന് 2-3 വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ദിവസമാണ്. അത് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നാളെ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം നോട്ട് ചെയ്യും. നാളെ ഇന്ത്യയുടെ ഫൈനലാണ്. ഇന്ത്യ ന്യൂസിലാൻഡും. ഞാൻ കാണില്ല. ഫസ്റ്റ് പ്രഷർ വരും. ഞാൻ കണ്ടാ കളി തോൽക്കുകയും ചെയ്യും. ഇത്രയൊന്നും ടെൻഷൻ എടുക്കും. അല്ല കളി തോൽക്കില്ല. സോപ്പ് കാണുന്ന കളി മുഴുവൻ ലാസ്റ്റ് ഓവർ വരെ പോകും. എന്നിട്ട് ഭയങ്കര ടെൻഷൻ. സോപ്പിന്റെ പൂര തെറി കേൾക്കണം. എനിക്കാണെങ്കിൽ
വെറുതെ എന്നെ സ്ട്രെസ് കയറ്റി ഞാനാണെങ്കിൽ അയ്യോ എന്താ പിന്നെ ന്യൂസിലാൻഡ് അങ്ങനെ തോൽക്കാൻ പോകുമ്പോ അപ്പൊ ന്യൂസിലാൻഡിനോട് ഒരു സ്നേഹം തോന്നും. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നിട്ട് നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ടാണ് എനിക്ക് വേറെ എന്താ ചോട്ടെ സ്ക്രീന് കട്ടാവും. ഇപ്പൊ പറഞ്ഞതിലൊരു കട്ടായതിനു ശേഷമാവും ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയല്ലേ? ക്യാമറയ്ക്ക് മുന്നിൽ എന്ത് നല്ല സംസാരം. പക്ഷെ എന്ത് കൊടലുവാല കഴിക്കുമ്പോ ഞാനല്ലാതെ ആവുമെന്ന് പറയില്ലേ. ഉത്തരവാദിത്വ ബോധമുള്ള ഭർത്താക്കന്മാർ, അനുസരണശീലയോടെ. ഞാൻ എന്നിട്ട് എനിക്ക് പൊതിച്ചോറ് ഓർഡർ ചെയ്യും. എനിക്ക് വേണ്ട ഈ വൃത്തിയായിട്ട് ക്രീമി അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോഴേ എനിക്ക് ഉച്ച നേരത്തെ എന്താ എനിക്ക് ശനി ഞായറായ ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാതെ ഒരു രക്ഷയില്ല. മൺഡേ ടു ഫ്രൈഡേ ഞാൻ ചപ്പാത്തി കറി, ഇവര് ചപ്പാത്തി കൊണ്ടുപോകും, ഇവര് ചോറ് കൊണ്ടുപോകില്ല. അപ്പൊ മൺഡേ ടു ഫ്രൈഡേ ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി, രാവിലെ ഓട്സ്, രാത്രി സ്മൂത്തി ആയിരിക്കും ഞാൻ അധികം കഴിക്കുക. അപ്പൊ എനിക്ക് സാറ്റർഡേ സൺഡേ മാത്രമാണ് എനിക്ക് ആ ചോറിനോടുള്ള ആക്രാന്താക്രാം. വളരെ കുറച്ച് പോർഷൻ ആയിരിക്കും. കുറെ പേര് ഞാൻ ആ ഡയറ്റിന്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറെ പേര് ഡയറ്റിന്റെ വീഡിയോ ആണെന്ന് പറയുന്നത്. കുറെ പേര് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറൊക്കെ കഴിക്കാൻ പോലും. ചോറൊക്കെ കഴിക്കാട്ടോ, ഡയറ്റീഷ്യൻസ് വരെ പറയുന്നതാണ് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും കഴിക്കാം, പോർഷൻ കൺട്രോൾ. പക്ഷെ ആ ചോറ് കുറച്ചിട്ട് നിറയെ പ്രോട്ടീൻ കഴിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷെ എന്നാലും പേരിന് ആ ഒരു ചോറ് ഉണ്ണുമ്പോൾ എനിക്കൊരു ഭയങ്കര സുഖം. അത് മോരുകറിയൊക്കെ കൂട്ടി കഴിക്കാൻ എനിക്ക് മോര് നല്ലതാണ് കഴിക്കുന്നത്. എനിക്ക് അതൊന്നും വേണ്ട. എന്തെയും ഞാൻ മിക്കവാറും ചോറായിരിക്കും ഓർഡർ ചെയ്യും. എനിക്കിത് സംഭവം നല്ല ടേസ്റ്റ് ഒക്കെയാണ്. നല്ല ബർഗർ പോലെയും പനീറിന്റെ റോള് പോലെയൊക്കെ അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ശനിയാഴ്ച ചെയ്യാതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. എന്തൊക്കെ ഞാൻ ചെയ്യാം. താലി ആൻഡ് ഓട്ട്മീൽ കോംബോ. ആഴ്ചയിൽ 5 ദിവസം ഓട്സ് ആണ്. ഇനി ഓട്ട്മീൽ കഴിക്കാൻ വയ്യ. രംഷേട്ടിന് വേറെ അടിപൊളി ഉണ്ടല്ലോ ബൗളൊക്കെ. രംഷേട്ടിന് ഇഷ്ടമാണ് അങ്ങനത്തെ ബൗളൊക്കെ. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ബൗള്. ഇപ്പൊ ഈ വർത്താനം പറഞ്ഞ നേരം മതിയായിരുന്നു ഉണ്ടാക്കാൻ. പക്ഷെ സമയം എത്ര അറിയോ? സമയം കുറെ ആയി, ഒരുപാടായി. പറയുന്നത് കുറെ ഷൂട്ടിംഗ് ഉള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് പറ്റിപ്പോയത്. നമ്മളെന്താ വെച്ചാൽ കുറെ ഷൂട്ട് ചെയ്ത് വെക്കുകയാണ്. അതിനെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ബിസി ആവുന്നത്. അല്ലെങ്കിൽ ഇത്ര ബിസി ആവാറില്ല. കുറച്ചധികം എക്സ്ട്രാ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് മാക്സിമം എല്ലാ ദിവസവും ഇത് തന്നെയാണ്. അപ്പൊ അത് എന്തായാലും അല്ലേ, സസ്പെൻസ്, സർപ്രൈസ് വഴിയെ നമ്മൾ പറയുന്നതായിരിക്കും. നല്ല പ്രോട്ടീനാ. അത് നല്ലതാ. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും എടുത്താലേ വിശക്കണേ ഓർഡർ ചെയ്ത് വരുമ്പോഴേക്കും അതന്നെയാണ് അന്ന് വാങ്ങിയതേക്ക് അതെടുത്തോളൂ. എരിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഉച്ചയ്ക്ക് വളരെ പോക്കായിരുന്നു കേട്ടോ കാര്യം. ഓർഡർ ചെയ്യാൻ ലേറ്റായി, ഓർഡർ ചെയ്ത ഫുഡ് ക്യാൻസലായി, അങ്ങനെ എല്ലാം കൂടി എന്തോ ഒരു സാധനം കഴിച്ച് അപ്പോഴേക്കും ഈവനിങ് ആയിട്ട് പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും മാത്രം ഒരു കോഫി മീറ്റിനെന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി കഫേ. ഇത് ഗ്രീഷ്മ പോയ കഫേയാണെന്ന് പറഞ്ഞാൽ അതുവരെ പോയിട്ടില്ല കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് സെറ്റപ്പും കാര്യങ്ങളും. കിറ്റി പാർട്ടി നടത്താനും അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയത്. അപ്പോൾ ഞാനും ആദ്യം കോൾഡ് കോഫിയും ഗ്രീഷ്മ പിന്നെ എന്തോ മൊഹിത്തോ ആണ് കഴിച്ചത്. എനിക്ക് വൈകിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓൾറെഡി ഉച്ചയ്ക്കലത്തെ എനിക്ക് ആ ഫുഡ് ഞാൻ രംഷേട്ടനും മിത്തും കഴിച്ച ഫുഡ് തന്നെയാണ് ഞാനും കഴിച്ചത്. അപ്പോൾ എനിക്കത് ഒട്ടും ശരിയായില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് നല്ലൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ കോഫി കുടിച്ച്, ഗോസിപ്പാണല്ലോ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഡയറ്റിലും കാര്യങ്ങളിലൊക്കെ ആയ കാരണം ഒട്ടും എന്താ പറയുക മധുരമില്ലാത്ത അങ്ങനത്തെ കോഫിയൊക്കെയാണ് കഴിച്ചത്. പിന്നെ എന്തോ ഒരു സ്നാക്ക്, പൊട്ടറ്റോൻ്റെ എന്തോ ഒരു സ്നാക്കും സംഭവങ്ങളും, പാസ്ത ഉച്ചയ്ക്ക് കഴിച്ച ആ ഒരു ക്ഷീണം മാറിയത് ഇപ്പോഴാട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്, പക്ഷേ വേർത്താണ്. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മുംബൈയിൽ ഇവിടെ അപ്പോൾ നമ്മുടെ ഖാർഗറിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റോഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കഫേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് ഇതേ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ പോലെ വിമൻസ് ഡേ നല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കൂടാറൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടികളായിട്ടാണ് എപ്പോഴും കൂടാറ്. ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു മിഥുന് എന്തായാലും എക്സാമാണ്, പിന്നെ ആരും കുട്ടികളൊന്നും കൂട്ടിയില്ല, ഞങ്ങൾക്ക് മാത്രമായിട്ട് കുറച്ച് സമയം വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ലീപ്പ് ഓവറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പറ്റി ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. രാത്രി 10 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഇനി വേറെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്.